നമ്മുടെ ഇന്നത്തെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ട്രെയിനറും നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ വിശിഷ്ടാതിഥിയും ആയ സുഭാഷ് അമ്പാടി സാർ. CBSE കേരള, അതായത് കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ, എയ്ഡഡ് സ്കൂൾ, ഗവൺമെന്റ് സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കുന്ന ആളാണ്. അതിലുപരി സ്കൂളിലെ മാനേജർമാർക്കും പ്രിൻസിപ്പൽമാർക്കും ഒക്കെ ക്ലാസ് എടുക്കുന്ന ആളാണ്. പരീക്ഷയിൽ A+ ലഭിക്കുന്നതോടൊപ്പം തന്നെ ഈ ജീവിതത്തിൽ കുട്ടികൾക്ക് A+ കൊടുക്കാൻ കഴിയും. അങ്ങനെ പരീക്ഷയിൽ A+ കൊടുക്കാൻ അധ്യാപകർക്ക് കഴിയും. ജീവിതത്തിൽ A+ കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ആലോചിക്കണം. ഒരു കുട്ടിയെ മരത്തവളയാക്കുന്നത് രക്ഷിതാവാണ്, മാലാഖയാക്കുന്നതും രക്ഷിതാവാണ് എന്ന ഒരു തിയറി നമുക്ക് ബോധ്യമാണ്. നിങ്ങളെ കുട്ടിയെ പഠിപ്പിക്കുന്ന ടീച്ചറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോലെ അത്രയും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേറൊരാളെ കൊണ്ട് സാധിക്കില്ല. അവര് വരുമ്പോൾ ചിലപ്പോൾ അവൻ 2 അക്ഷരം പഠിച്ചവനും കൂടി ആണെങ്കിൽ അവന് കുറച്ച് ചിലപ്പോൾ തോന്നും ടീച്ചറെ കാണുമ്പോൾ ടീച്ചറൊക്കെ കുറച്ചും കൂടി ഉഷാറാണ് ഞാൻ തോന്നും. ഇല്ലേ, ടീച്ചർമാർ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമല്ലേ? ഏതെങ്കിലും മസലാളിയന്മാരൊക്കെ വന്നിട്ട് മസലൊക്കെ പിടിച്ചിട്ട് ടീച്ചർക്ക് തോന്നുന്നു 2 ഡയലോഗ് ഒക്കെ അടിച്ച ടീച്ചർ ഓ ശരി മതി ഓക്കെ പറയുന്നത് ശരി പോ വിട്ടു. അവിടെ നഷ്ടം വരുന്ന കുട്ടിക്കാണ്. അവിടെ ടീച്ചർക്ക് അമ്മയുമായിട്ട് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടാവും. അവിടെ കുട്ടിയിലുള്ള ചില ചേഞ്ചസ് അമ്മയുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടാവും. ചില കാര്യങ്ങളിൽ വീട്ടിൽ ശ്രദ്ധ കൊടുക്കണം എന്ന് അമ്മയ്ക്ക് ചില നിർദ്ദേശങ്ങൾ തരാനായിട്ട് ടീച്ചർ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക. അവിടെ അമ്മയും ടീച്ചറും തമ്മിൽ ഇരുന്ന് സംസാരിക്കണം. അപ്പൊ ഇവിടെ അച്ഛനും അമ്മയും അധ്യാപകനും തെളിയിക്കുന്ന വഴിയിലൂടെയാണ് കുട്ടി നടക്കേണ്ടത്. ടീച്ചർ മാത്രം തെളിയിക്കുന്ന വഴിയിലൂടെ അല്ല കുട്ടി നടക്കുന്നത്. കാരണം ടീച്ചറെ സംബന്ധിച്ച് മുന്നിലിരിക്കുന്ന 40 കുട്ടികളുണ്ടെങ്കിൽ ഈ 40 കുട്ടികളുടെ കാര്യം നോക്കുമ്പോൾ ടീച്ചർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷനും പേഴ്സണൽ അറ്റൻഷനും കൊടുക്കാൻ പരിമിതികളുണ്ട്. ചില സൂചനകൾ നിങ്ങൾക്ക് തരാൻ മാത്രമേ ടീച്ചർക്ക് കഴിയുള്ളൂ. ടീച്ചർക്ക് പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു തീർക്കുക എന്ന വലിയൊരു ടാസ്ക് നിർവഹിക്കാനുണ്ട്. ഇതിന്റെ ഇടയിൽ പേഴ്സണൽ അറ്റൻഷൻ ഒന്നും കൊടുക്കാൻ പറ്റൂല. അപ്പോൾ ടീച്ചേഴ്സ് സ്കൂളിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ തന്നെ വരണം. മീറ്റിങ്ങുകൾ, എന്ത് ട്രെയിനിങ്, എന്ത് കാര്യമാണെങ്കിലും പാരന്റ്സുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞു, പുതിയ ജനറേഷനിലുള്ള കുട്ടികളെ വളർത്തുമ്പോൾ പാരന്റ്സിന് ഒരുപാട് റോളുണ്ട്. നമ്മളൊക്കെ X ജനറേഷനിലും Y ജനറേഷനിലും ജനിച്ച ആളുകളാണ്. പക്ഷെ നമ്മുടെ മക്കള് 2025 മുമ്പ് ജനിച്ച മക്കളൊക്കെ ആൽഫ ജനറേഷനിൽ ജനിച്ച മക്കളാണ്. 2025 മുതൽ പുതിയ സാധനം വരികയാണ്. 2025 ജനുവരി മുതൽ ജനിക്കുന്ന മക്കളൊക്കെ ബീറ്റ ജനറേഷനാണ്. ഗംഭീര സാധനങ്ങൾ തന്നെ. നമുക്ക് കുട്ടികളെ പേടിയാണ്. മൊബൈൽ ഫോൺ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയോട് ഇതൊക്കെ എന്ത് പറയാൻ നമുക്ക് പേടിയാണ്. ദയവ് ചെയ്ത് മക്കളെ പേടിക്കല്ലേ. ദയവ് ചെയ്ത് മക്കളെ അമിതമായിട്ട് പാമ്പർ ചെയ്യല്ലേ. എന്താണോ കുട്ടികൾക്ക് വേണ്ടത് അത് മുഴുവൻ കൊടുക്കണ പരിപാടി നിർത്ത്. ഉത്സവത്തിനൊക്കെ ചെന്നാലും നേർച്ചയ്ക്ക് ചെന്നാലും കുട്ടികൾ ഇതിന്റെ ഇതേ പ്രായത്തിലുള്ള മക്കളൊക്കെ ചെറിയ കുട്ടികൾ ചില സാധനങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് അച്ഛനടുത്ത് വാശി പിടിക്കുന്നുണ്ടാവും. ഇല്ലേ? വാങ്ങിക്കൊടുത്തിട്ട് നിരത്തിലൊന്ന് ഉരുളൊക്കെ ചെയ്യും. ആ ഉരുളലിന്റെ അവസാനം സാധനം വാങ്ങിക്കൊടുത്ത എന്ത് സംഭവിക്കും? ഉറപ്പായിട്ടും അടുത്ത തവണ ഉരുളും. മാളിൽ ചെന്ന അടുത്ത തവണ ഉരുളും. ഇത് വീണ്ടും 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 പ്രോത്സാഹിപ്പിക്കണം. ഒരു തവണ വാങ്ങി കൊടുക്കാതെ നോക്കിയേ, നോ, ഒരു രക്ഷയില്ല, തരില്ല, നീ അവിടെ കിടന്ന് ഉരുളോട് എന്ന് പറഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് ഉരുണ്ട മുതൽ നീറ്റ് വരും. ഉറപ്പാണ്. അതൊന്ന് പരീക്ഷിച്ച് നോക്ക്. ഒരു സംശയം വേണ്ട. മക്കൾ ആവശ്യപ്പെടുന്നത് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന പരിപാടി നിർത്ത്. വൈ എന്നുള്ളൊരു ചോദ്യം അമ്മമാര് ചോദിക്കണം. എന്തുകൊണ്ട്? മറക്കണ്ട. ഈ ചോദ്യം ഇന്ന് മുതൽ നിങ്ങൾ വീട്ടിൽ ചോദിച്ചോ. 4 മണിക്ക് സ്കൂൾ വിട്ട് 4:30 എല്ലാ ദിവസവും വരുന്നതെങ്കിൽ 5 മണി അയച്ചാൽ നിങ്ങൾ ചോദിക്കണം എന്തുകൊണ്ട്. പറഞ്ഞിട്ട് കയറിയാൽ മതി. ഹലോ, ഇത് പറഞ്ഞിട്ട് കയറിയാൽ മതി. ആ കാരണം ഞാൻ എന്നെ ബോധ്യപ്പെടുത്തണം എന്നിട്ട് മതി ഇവിടെ കയറല്. ചിലപ്പോൾ ആദ്യത്തെ 2 ദിവസമൊക്കെ എന്നപ്പം ഒരു പുതിയൊരു പരിപാടിയൊക്കെ ഇന്ന് മുതൽ പുതിയ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. എന്തുകൊണ്ട് എന്നുള്ള മറുപടി ഇങ്ങോട്ട് പറഞ്ഞിട്ട് കയറിക്കോ എന്ന് പറയണം. ചോദിക്കണം. മക്കളെ ചോദിക്കുന്നില്ല എവിടെയായിരുന്നു എന്ന് ചോദിക്കണം. സ്കൂളിൽ നിന്ന് വിളിച്ചൊരു പരാതി പറഞ്ഞാൽ ടീച്ചർ ചിലപ്പോൾ 2 കൊടുത്തിട്ടുണ്ടാവും. കുട്ടികൾക്കൊരു തോന്നലുണ്ട്. കുട്ടികളൊക്കെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരുന്നു. എന്ത്? അധ്യാപകർ നല്ല പടപടക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. അധ്യാപകർ കുട്ടികളെ തെറ്റ് കണ്ടാൽ ശിക്ഷിക്കണം, വടിയെടുത്ത് അടിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്.
കുട്ടികൾ മുഴുവൻ ആവശ്യപ്പെടുന്നത് അംഗീകരിച്ചു കൊടുക്കുന്നത് മണ്ടത്തരാണ്. അവരെ പേടിക്കുന്നത് മണ്ടത്തരാണ്. ഒരു കാരണവശാലും അവരെ നമ്മൾ പേടിക്കേണ്ടതില്ല. കയറൂരി വിടുന്ന സ്വഭാവം നിർത്ത്. ഒരു നമ്മുടെ കുട്ടി ഉയരത്തിൽ പറക്കണമെങ്കിൽ പട്ടം പോലെ നമ്മൾ പിടിക്കുന്ന വേണം. പട്ടത്തിന്റെ ചരട് നമ്മുടെ കയ്യിൽ വേണം. പല രക്ഷിതാക്കൾക്ക് എന്തില്ല, ഈ ചരടില്ല. കുട്ടി പട്ടം പൊട്ട് ഇങ്ങനെ പറന്ന് നടക്കുക. പട്ടം ഉയരത്തിൽ പോകണമെങ്കിൽ ചരട് നമ്മുടെ കയ്യിൽ വേണം, അല്ലെങ്കിൽ വേറെ എവിടെയും കുഴിയിൽ വെച്ചാലും. ഇപ്പൊ രക്ഷിതാക്കൾ മക്കളെ പേടിക്കുന്ന രീതി നിർത്ത്. എന്താണ് കുട്ടി പറയുന്നത് അതേപടി അംഗീകരിക്കുന്ന രീതി നിർത്ത്.